1943 ഭീകരമായ ഒരു കോളറയുണ്ടാകുന്നത്. ആ കോളറ നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കി. ദിവസവും 10-15 ആളുകൾ ഒരു നാട്ടിൽ മരിക്കാൻ തുടങ്ങി. ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾ കോളറ ബാധിച്ച് പിടഞ്ഞു മരിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എല്ലാവരും പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കോളറ ബാധിച്ചാൽ ചികിത്സിക്കണമെന്ന സാമാന്യ വിവരം പോലും എവിടെയുള്ള മുസ്ലിങ്ങൾക്കില്ലായിരുന്നു. അവർ മാലപ്പാട്ട് പാടുകയായിരുന്നു. അവർ മരണപ്പെട്ടു പോയവരെ വിളിക്കുകയായിരുന്നു ഈ അസുഖത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി. അവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനുള്ള ദൗത്യം പോലും അന്നത്തെ ഇസ്ലാഹി പണ്ഡിതന്മാർക്ക് ഏറ്റെടുക്കേണ്ടി വന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെയുള്ള ഇസ്ലാഹി പ്രവർത്തകരുടെ കണ്ണ് നിറഞ്ഞു, നനഞ്ഞു, മനസ്സ് കലങ്ങി. ഇവിടെ 10-15 മയ്യത്തുകൾ ഒരു കുഴിയിൽ ഒരുമിച്ച് മറമാടേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. ഈ മണ്ണിൽ, ഈ തിരൂരങ്ങാടിയിൽ എത്രയോ മയ്യത്തുകൾ അങ്ങനെ മറമാടപ്പെട്ടു. സമുദായം അന്തിച്ചു നിൽക്കുകയാണ്. ഒരുപാട് മക്കൾ അനാഥരായി. പിതാക്കൾ അങ്ങനെ മരിച്ചു പോവുകയാണ്. മക്കളെ സംരക്ഷിക്കുവാൻ ആളില്ല, മക്കളെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. കെ എം മൗലവി അദ്ദേഹത്തിന്റെ ആത്മമിത്രമായിരുന്ന ഇസ്ലാഹി പ്രവർത്തന രംഗത്തും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും അദ്ദേഹത്തിന്റെ ആത്മമിത്രമായിരുന്ന എം കെ ഹാജിയോട് കൂടി ആലോചിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ആ കൂടിയാലോചനയുടെ ഫലമാണ് ഇന്ന് അഭിമാനത്തോടുകൂടി ഇവിടെ തലയുയർത്തി നിൽക്കുന്ന തിരൂരങ്ങാടി യതീംഖാന എന്ന് പറയുന്ന സ്ഥാപനം. 1943 കോളറ ബാധിച്ച മുസ്ലിം സമുദായത്തിന് മുന്നിൽ അനാഥ കുട്ടികൾ ചോദ്യചിഹ്നമായ സമയത്ത് കെ എം മൗലവി സാഹിബും എം കെ ഹാജി സാഹിബും അവർ നടത്തിയ നിസ്വാർത്ഥമായ കൂടിയാലോചനകളുടെ അഭിമാനകരമായ ബാക്കിപത്രം, അവരുടെ വിയർപ്പിന്റെ വില. തിരൂരങ്ങാടി യതീംഖാനയുണ്ടായി. ആ യതീംഖാനയെ പോലും ഒരു നല്ല കണ്ണോടുകൂടി നോക്കിക്കാണുവാൻ ഇവിടെയുള്ള യാഥാസ്ഥിതികരായ പണ്ഡിതന്മാർ സന്നദ്ധമായില്ല എന്നത് കഥയിലെ ദൗർഭാഗ്യം. വലിയൊരു പണ്ഡിതൻ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന അന്നത്തെ സലഫി വിരുദ്ധ പ്രഭാഷണങ്ങളുടെ നാവായിരുന്ന ബഹുമാന്യനായ പണ്ഡിതൻ. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹം തിരൂരങ്ങാടി യതീംഖാന ആരംഭിച്ചത് സലഫികളാണ് എന്നതിന്റെ പേരിൽ മാത്രം ആ യതീംഖാനയുടെ മുന്നിൽ വരികയും ഇത് അനാഥകളെ വഞ്ചിക്കാനുള്ള ഏർപ്പാടാണ് എന്ന് പ്രസംഗിക്കുകയും ഈ യതീംഖാനക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്തു. മതപ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്തെ. പക്ഷേ എതിർപ്പുകളിൽ തകരാതെ യതീംഖാനയെ അവർ പിടിച്ചുയർത്തി. അതിന്റെ കഥകൾ ആരുടെയും കരളിരിക്കുന്നതാണ്. കയ്യിൽ നയാ പൈസയില്ലാതെ എങ്ങനെ ഒരു നേരത്തെ അന്നം ഈ യതീം മക്കൾക്ക് കൊടുക്കണമെന്നറിയാത്ത ഒരവസ്ഥയിൽ കെ എം മൗലവിയും എം കെ ഹാജിയും പാടുപെട്ട് പടച്ചതമ്പുരാനിൽ തവക്കുലാക്കി അവരുടെ ഈമാനിന്റെ ബലത്തിൽ ഈ അനാഥ മക്കളെ പോറ്റുകയായിരുന്നു. എം കെ ഹാജി ആ മക്കളുടെ സ്വന്തം ഉപ്പയായി മാറി, അവരുടെ വല്ലുപ്പയായി മാറി, അവരുടെ എല്ലാമായി മാറി. അവരെ പോറ്റാൻ ഭക്ഷണമില്ലാത്ത സമയത്ത്, അവർക്ക് കൊടുക്കാൻ വസ്ത്രമില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ വീട് അവരുടെ വീടായി മാറി, അദ്ദേഹത്തിന്റെ തീൻമേശ അവരുടെ തീൻമേശയായി മാറി, അദ്ദേഹത്തിന്റെ വസ്ത്രയലമാര അവരുടെ വസ്ത്രയലമാരയായി മാറി. പരലോകത്ത് അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും ഇതാ ഈ 2 വിരലുകൾ ചേർന്നു നിൽക്കുന്നത് പോലെ ഇതുപോലെയായിരിക്കും എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ എക്കാലത്തെയും വലിയ മാതൃക പടക്കുകയായിരുന്നു മഹാനായ എം കെ ഹാജി സാഹിബ്. എം കെ ഹാജി സാഹിബിന് ഈ അനാഥകളെ ആരെങ്കിലും ഒന്ന് തട്ടിക്കയറുന്നത് പോലും സഹിക്കുമായിരുന്നില്ല. അവരോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഏതെങ്കിലും തരം താണവരെ പോലെ സംസാരിക്കുന്നത് പോലും അദ്ദേഹത്തിന് സഹിക്കുമായിരുന്നില്ല. ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന അദ്ദേഹം അതിനംഗീകാരമുണ്ടായി. സമുദായം ഇത് ഏറ്റെടുത്തു, മൊത്തത്തിൽ ഏറ്റെടുത്തു. തിരൂരങ്ങാടി പ്രദേശത്ത് നിന്ന് പരന്ന വെളിച്ചം യതീംഖാന പ്രസ്ഥാനങ്ങളായി കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നുപോയിട്ട് അവസാനം ഇപ്പൊ സമുദായത്തിന്റെ ചർച്ച യതീംഖാനയിൽ ആരെ പാർപ്പിക്കുന്നതാണ്. കാരണം നാട്ടിലാളില്ല. നമുക്ക് നമ്മുടെ യതീം മക്കളെ പാർപ്പിക്കാൻ ഒരു ആലയം ഉണ്ടാക്കാൻ വേണ്ടി പാടുപെട്ട ഒരു സമയത്തിൽ നിന്ന് മാറി നമുക്ക് ആവശ്യത്തിലധികം യതീംഖാനകളായി സമുദായം പുരോഗതിയുടെ പടവുകൾ താണ്ടി ഇപ്പോൾ ആ യതീംഖാനയിൽ പാർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ആ ഉത്തരേന്ത്യയിലുള്ള കുട്ടികൾക്ക് പോലും തണലാകാൻ നമുക്ക് ത്രാണി വന്ന ഒരു കാലം വന്നിരിക്കുന്നു. 1921 മലബാർ കലാപം ഉണ്ടായ സമയത്ത് ഇതുപോലൊരു അവസ്ഥയുണ്ടായിരുന്നു. ധാരാളം അനാഥ മക്കൾ ഉണ്ടായിരുന്നു. ആ അനാഥ മക്കളെ
സംരക്ഷിക്കുവാൻ അന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ആളുകളാണ് JDT ഇസ്ലാം അനാഥശാല സ്ഥാപിച്ചത്. ഇന്ന് കാലം തലകുത്തനെ നിൽക്കുകയാണ്. കേരളത്തിലേക്ക് അവരുടെ മക്കൾ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങോട്ട് കടന്നു വരികയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിം നവോത്ഥാനത്തിന്റെ സൽഫലങ്ങൾ ആ രീതിയിൽ വളർന്നു വന്നു എന്നാണ്. യത്തീംഖാന കമ്മിറ്റി വളരെ വ്യാപകമായി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി, പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ പടുത്തുയർത്തി. എനിക്ക് പലപ്പോഴും ഈ യത്തീംഖാന ക്യാമ്പസില്ലേ, ആ ക്യാമ്പസിലൂടെ നടക്കുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അതിലെ മണൽ തരികൾക്ക് പോലും അടക്കി വെച്ച ഒരുപാട് ത്യാഗത്തിന്റെ കഥകൾ നമ്മളോട് പറയാനുണ്ട്. യത്തീംഖാന കമ്മിറ്റിയിലെ നിസ്വാർത്ഥരായ ഇസ്ലാഹി പണ്ഡിതന്മാർ, KM സീതി സാഹിബ് എന്ന് പറയുന്ന നേതാവ് അവർക്ക് താങ്ങും തണലുമായിരുന്നു. അവരുടെ അധ്വാന ഫലമായി ഒരുപാട് സ്ഥാപനങ്ങൾ സമുദായത്തിന് താങ്ങും തണലുമായി അവിടെ വളർന്നു വന്നു.